Hi dear BCom students, welcome to my channel. Let's discuss the question paper of 2021 second year BCom part 1 English, paper 2 poetry, functional grammar and communicative skills. ആക്ച്വലി നിങ്ങൾക്ക് വരുന്ന ടെക്സ്റ്റ് മൂൺലിറ്റ് ഡോം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് 10 പോംസ് ഉണ്ട്. നിങ്ങളുടെ സിലബസിൽ അത് 6 പോംസ് നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഓക്കെ, ആ ഒരു 6 പോംസിനെ ബേസ് ചെയ്ത് 4 അനോട്ടേഷൻസ് ഉണ്ടാവും. You have to write only 2 annotations and 1 essay. Okay, അപ്പോൾ ഇപ്പോൾ നമുക്ക് BA ഡ്രാമ ആൻഡ് പോയിട്രിയുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മൂൺലിറ്റ് ഡോം ടെക്സ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഓൾ ദ വേൾഡ്സ് സ്റ്റേജ് അനോട്ടേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യുളീസസ് എസ്സേയാ ചോദിച്ചത്. പിന്നെ വരുന്നത് ഓൾ ദ വേൾഡ്സ് സ്റ്റേജ് അനോട്ടേഷൻ ലാബൽ ഡെയിംസ് ആൻഡ് മേഴ്സി ബൈ ജോൺ കീറ്റ്സ് അനോട്ടേഷൻസ് അവരുടെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് അനോട്ടേഷൻ ഈസ് ദ 6th സ്റ്റേജ് ഷിഫ്റ്റ്സ് ഇൻ ടു ദ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാന്തലൂൺ വിത്ത് സ്പെക്ടക്കിൾസ് ഓൺ നോസ് ആൻഡ് പൗച്ച് ഓൺ സൈഡ്. വെരി സിമ്പിൾ, നമുക്ക് എല്ലാവർക്കും അറിയാം. 6th സ്റ്റേജ് ഏതിലേക്ക് മാറുന്നു? ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാന്തലൂൺ, ഓൾഡ് ഏജിനെ കുറിച്ചാണ് പറയുന്നത്. ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ് ബൈ വില്യം ഷേക്സ്പിയർ, ദ ഗ്രേറ്റ് ഡ്രാമാറ്റിസ്റ്റ്. ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ് ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം വില്യം ഷേക്സ്പിയർസ് ആസ് യു ലൈക്ക് ഇറ്റ് ആക്ട് 2 scene 7, in which Shakespeare through Jax, it's a monologue and it's an extract too. In this monologue, Shakespeare through Jax is the main speaker in this monologue. ആൻഡ് ജാക്സ് ഈ 7 സ്റ്റേജസിനെ കുറിച്ച് പറയുക. ഓക്കെ, ജാക്സ് എന്ന് പറയുന്നത് വളരെ കീനായിട്ടുള്ള ഷാർപ്പായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ലൈഫിനെ വളരെ ഷാർപ്പായിട്ട് ജാക്സ് JACQUES ജാക്സിൻ്റെ ആ ഒരു ഒബ്സർവേഷനിലൂടെയാണ് പോകുന്നത്. അപ്പം ജാക്സ് ലൈഫിന് 7 സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ട്. ഇൻഫാൻറ്റ്, സ്കൂൾ ബോയ്, ലവർ, സോൾജിയർ, ജഡ്ജ്, ഓൾഡ് ഏജ്. ലാസ്റ്റ് വൺ ഈസ് ഡിക്രപ്പിറ്റ്യൂഡ്, ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഓൺ ഔട്ട് വിത്ത് ഏജ്. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി എഴുതാൻ പറ്റും. ആ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയതിന് ശേഷം നമ്മൾ ആ ഒരു 6th സ്റ്റേജിൽ നമ്മൾ എന്തായിട്ട് മാറുന്നു? ഓൾഡ് ഏജ്, ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാന്തലൂണായിട്ട് മാറുന്നു. നോസിൽ സ്പെക്സ് ഒക്കെ വെച്ചിട്ട് പൗച്ച്, സൈഡിലൊരു പൗച്ചൊക്കെ വെച്ചിട്ട് അങ്ങനെ പോകുന്ന ആ ഒരു ഒരു ബഫൂണിനെ പോലെ തോന്നുന്ന ഓൾഡ് ഏജ് എന്ന് പറഞ്ഞിട്ടാണ് ഷേക്സ്പിയർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഓൾ ദ വേൾഡ്സ് സ്റ്റേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അനോട്ടേഷൻ. എസ്സേക്കും ചോദിക്കാം. അപ്പോൾ അനോട്ടേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഓൾ ദ വേൾഡ്സ് സ്റ്റേജ്. നെക്സ്റ്റ് അനോട്ടേഷൻ, ഷീ ടുക്ക് മീ ടു ഹർ എൽഫിൻ ഗ്രോഡ് ആൻഡ് ദെയർ ഷീ വെപ്റ്റ് ആൻഡ് സൈഡ് ഫുൾ സോർ ആൻഡ് ദെയർ ഐ ഷട്ട് ഹർ വൈൽഡ് ഐസ് വിത്ത് കിസസ് ഫോർ. ഏതാ നമുക്കറിയാമല്ലോ, ലാ ബെൽ ഡെയിംസ് ആൻഡ് മേഴ്സി. നമ്മൾ ആ ടെക്സ്റ്റ് ഒത്തിരി പേര് പ്രൊനൗൺസ് ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ലാ ബെല്ലെ ഡാമേസ് ആൻഡ് മേഴ്സീസ്. വെരി മിസ്റ്റേക്കാണ്. ലാ ബെൽ ഡെയിംസ് ആൻഡ് മേഴ്സി ഇറ്റ്സ് എ ഫ്രഞ്ച് വേർഡ്സ്, ബ്യൂട്ടിഫുൾ ലേഡി വിത്തൗട്ട് മേഴ്സി എന്നാണ് എൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ജോൺ കീറ്റ്സ് എന്ന് പറയുന്ന റൊമാൻറ്റിക് പോയറ്റ് അല്ലേ, യങ്ങർ ജനറേഷനിൽ വരുന്ന റൊമാൻറ്റിക് പോയറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോമാണ് ലാബൽ ഡെയിംസ് ആൻഡ് മേഴ്സി. അതൊരു ട്രഡീഷണൽ ബാലഡാണ്, ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് വരുന്ന പോമാണ്. ഈ ഒരു ഫെയറി ലേഡിയെക്കുറിച്ച് പറയുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര എൻചാൻറ്റിങ് ഐസുള്ള, ഭയങ്കര എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫെയറി ലേഡി നമ്മുടെ നൈറ്റിനെ കൊണ്ട് അവളുടെ എൽഫിൻ ഗ്രോത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്ന കോണ്ടക്സ്റ്റാണ് വരുന്നത്. അതൊരു ഡ്രീം ലൈക്ക് ഒരു ബാലഡാണ്, ഡ്രീം ലൈക്ക് സ്റ്റോറിയാണ്. ഫസ്റ്റ് 3 സ്റ്റാൻസാസിലൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിൻ്റെ ആൻസറാണ് ബാക്കി അതർ സ്റ്റാൻസാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ വില്ലേജ് ചർച്ച് യാർഡ്, നെക്സ്റ്റ് അനോട്ടേഷൻ, ഇൻ ദ വില്ലേജ് ചർച്ച് യാർഡ് there grows an old yew, every spring it blossoms anew. Old passports can't do that, my dear, old passports can't do that. Refugee blues. Okay, refugee blues is important too. WHO ordered refugee blues. അപ്പോൾ ഇതിൽ റെഫ്യൂജീസിൻ്റെ ആ ഒരു മെലങ്കോളിക്കായിട്ടുള്ള സിറ്റുവേഷൻ, അവരുടെ ആ ഒരു മിസറബിളായിട്ടുള്ള ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ജർമ്മൻ ജ്യൂസ് അല്ലേ, അവരെ ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു, ഒരുപാട് അവരെ മിസറബിളായിട്ടുള്ള കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവരെ ഒരുപാട് ഇൽട്രീറ്റ് ചെയ്യുന്നു ഹിറ്റ്ലർ. അങ്ങനെ ഒരു ജർമ്മൻ ജ്യൂ
എക്സൈൽ ചെയ്യപ്പെട്ട ഒരു ജർമ്മൻ ജ്യൂ അയാളുടെ വൈഫിനോട് അയാളുടെ ലൈഫിനെ കുറിച്ച് ലമെൻ്റ് ചെയ്യുന്നതാണ് ഈ ഒരു പോർഷനിലൂടെ. ഇൻ ദ വില്ലേജ് ചർച്ച് യാർഡ്. ഈ റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുന്ന സാഡ് സോങ്സ് ആണ്. അയാളുടെ മിസറബിൾ ആയിട്ടുള്ള ലൈഫിനെ കുറിച്ച് പറയുന്ന മെലങ്കോളിക് ആയിട്ടുള്ള സോങ്സിനെയാണ് ബ്ലൂസ് എന്ന് പറയുന്നത്. റെഫ്യൂജിയുടെ ആ ഒരു മെലങ്കോളിക് ആയിട്ടുള്ള സോങ് ആണ് റെഫ്യൂജി ബ്ലൂ എന്ന് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലൈൻസ് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതുമാണ്. പാസ്പോർട്ട്സ് എന്നൊക്കെ ഉള്ള വേർഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി. അതായത് ഇതിൽ റെഫ്യൂജി പറയുന്നുണ്ട്, വൈഫിനോട് പറയുന്നുണ്ട്, ഇൻ ദ വില്ലേജ് ചർച്ച് യാർഡ് ദെയർ ഗ്രോസ് ആൻ ഓൾഡ് യു ട്രീയെ കുറിച്ചാണ് പറയുന്നത്. വില്ലേജ് ചർച്ച് യാർഡിൽ എന്തുണ്ട്? ഒരു യു ട്രീ ഉണ്ട്. എവരി സ്പ്രിങ് അത് ഓരോ സ്പ്രിങ് സീസൺ ആകുമ്പോഴും അത് ബ്ലോസം ചെയ്യുന്നു, പുതിയതായിട്ട് ബ്ലോസം ചെയ്യുന്നു. ഓൾഡ് പാസ്പോർട്ട്സ് ക്യാൻ ഡു ദാറ്റ്. ബട്ട് ഇവിടെ നമ്മുടെ റെഫ്യൂജീസിൻ്റെ കയ്യിൽ ഈ റെഫ്യൂജിയുടെ കയ്യിൽ പാസ്പോർട്ടുണ്ട്, ഓൾഡ് പാസ്പോർട്ടുണ്ട്. പക്ഷേ ആ ഓൾഡ് പാസ്പോർട്ട് കൊണ്ട് അവർക്ക് റിന്യൂ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അവർ പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കൊടുക്കത്തില്ല. അവർ ജർമ്മൻ ജ്യൂ ആണ്. ഓക്കെ, അവരെ ഒഫീഷ്യലി ഡെഡ് എന്നാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അങ്ങനെയുള്ള അവരുടെ ആ ഒരു വിലാപമാണ്, മെലങ്കോളിക്കായിട്ട് സിങ് ചെയ്യുന്നതാണ് ഈ ഒരു റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുന്ന പോം ബൈ W.H. Auden. കുറച്ച് നമ്മൾ ഭയങ്കര സാഡായിട്ട് നമ്മൾ ഫീൽ ചെയ്യും, അത്രയും നമ്മൾ ഡീപ്പായിട്ട് വായിക്കുകയാണെങ്കിൽ. ഒരു റെഫ്യൂജിയുടെ വിലാപമാണ് ഈ ഒരു റെഫ്യൂജി ബ്ലൂസ് ബൈ W.H. Auden. ആ ഓൾഡ് പാസ്പോർട്ട് വരുന്ന കേസ് നിങ്ങൾ നോക്കി വയ്ക്കണം, ഇപ്പോഴും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് വാസ് റിയൽ, ഷെയിംഡ് ബൈ ഇൽ-മാനേർഡ് സൈലൻസ്, സറണ്ടർ പുഷ്ഡ് ഡംഫൗണ്ട്മെൻറ്റ് ടു ബെഗ് സിംപ്ലിഫിക്കേഷൻ. ടെലിഫോൺ കോൺവെർസേഷൻ അല്ലേ, ഇറ്റ് വാസ് റിയൽ. അപ്പോൾ ഹൗ ഡാർക്ക് എന്ന് ആ ലേഡി ചോദിക്കുന്നു അല്ലേ. ടെലിഫോൺ കോൺവെർസേഷൻ ബൈ ഓൾസോയിങ്ക ഇറ്റ്സ് എ സറ്റയർ റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ഇറ്റ്സ് എ സറ്റയർ ഓൺ റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ. റാഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയുന്ന ഒരു സറ്റയർ ആണ് ടെലിഫോൺ കോൺവെർസേഷൻ ബൈ ഓൾസോയിങ്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് വാസ് റിയൽ. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മുടെ പോയറ്റ് ലണ്ടനിൽ പോവുകയാണ്. ആ ടൈമിൽ ഹി വാസ് ഇൻ സെർച്ച് ഫോർ ആൻ അപ്പാർട്ട്മെൻറ്റ്. അറ്റ് ദാറ്റ് ടൈം അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഒരു അരിസ്റ്റോക്രാറ്റിക് ലേഡിയെ കോൾ ചെയ്യുന്നതാണ്, ടെലിഫോണിലൂടെയുള്ള കോൺവെർസേഷനാണ്. അപ്പോൾ ലേഡിയോട് പോയിട്ട് അറ്റ് ഫസ്റ്റ് കൺഫസ് ചെയ്യുന്നു, ഐ ആം ആൻ ആഫ്രിക്കൻ എന്ന്. അറ്റ് ദാറ്റ് ടൈം ലേഡി ചോദിക്കുന്നുണ്ട്, ഹൗ ഡാർക്ക് യു ആർ യു വെരി ലൈറ്റ് ഓർ വെരി ഡാർക്ക് എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ കേട്ടപ്പോൾ പോയറ്റ് ഹി വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ് ആൻഡ് പോയിട്ട് തിങ്ക് ചെയ്യുന്നു, അത് റിയലാണോ, കേട്ടത് റിയലാണോ. അപ്പോൾ പോയിട്ട് ഇങ്ങനെ ആ തിങ്ക് ചെയ്യാനെടുത്ത ആ ഒരു ടൈമിനെയൊക്കെ വച്ചിട്ട് പോയിട്ടിനെ പറയുന്നു, അത് റിയലായിരുന്നു, കേട്ടത് റിയലായിരുന്നു. ആ ഒരു ടൈമിൽ പോയിട്ട് സൈലൻ്റ് ആയിരുന്ന ടൈമിൽ ഹി വാസ് ടോട്ടലി ഷെയിംഡ് ബൈ ദ ഇൽ-മാനേർഡ് സൈലൻസ് അല്ലേ. ഹൗ ഡാർക്ക് എന്ന് ലേഡി ചോദിച്ചപ്പോൾ പോയിട്ട് അവിടെ വെച്ച് തിങ്ക് ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തു. പോയിട്ട് കേട്ടത് റിയലാണോ അതോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണോ അവിടെ ഉണ്ടായത്, അങ്ങനെ ഒരു തിങ്ക് ചെയ്യാൻ എടുത്ത ടൈമിൽ പോയിട്ട് അറ്റ് ലാസ്റ്റ് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ഡിസിഷനിലെത്തി, അത് റിയലായിരുന്നു, ഇറ്റ് വാസ് റിയൽ. അപ്പോൾ ആ ഒരു ടൈം അവിടെ വേസ്റ്റ് ചെയ്തു, പോയിട്ട് തിങ്ക് ചെയ്യാനെടുത്ത ടൈം. അതാണ് ആ ഒരു സൈലൻസിൽ വന്ന ഇൽ-മാനറിനെ കുറിച്ചിട്ടാണ് പോയിട്ട് അവിടെ പറയുന്നത്. അത് ടെലിഫോൺ കോൺവെർസേഷൻ എസ്സേയും ചോദിക്കാം കേട്ടോ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷം നമുക്ക് വേണമെങ്കിൽ എസ്സേയും എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഈസ് നിങ്ങൾക്ക് 2 അനോട്ടേഷൻസ് എഴുതിയാൽ മതി, 4 അനോട്ടേഷൻസ് ഉണ്ടാവും. നെക്സ്റ്റ് വരുന്നത് എസ്സേ വരുന്നത് യുളീസസ് ഒബ്വിയസ്ലി നമുക്കറിയാം, the most important essay in this text, okay, by Alfred Lord Tennyson, is a major Victorian poet. Okay, Ulysses is a dramatic monologue. യുളീസസ് സ്ഥിരം ചോദിക്കുന്നത്, എപ്പോഴും ചോദിക്കുന്നതാണ് യുളീസസ്. ഇപ്പോൾ കഴിഞ്ഞ് ഞാൻ ഓൾറെഡി പറഞ്ഞു, BA എക്സാമിനേഷനും യുളീസസാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് കമലാദാസ് പോം മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. കമലാദാസിൻ്റെ ആ ഒരു Grandmother's House is an autobiographical poem. Grandmother is the central character in this poem. And കമലാദാസ് ആ ഒരു ലവിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഗ്രാൻഡ് അടുത്തായിരുന്നപ്പോൾ കമലാദാസിന് ഒരുപാട് അബൻഡൻ്റായിട്ട് ലവ് കിട്ടിയിരുന്നു. ബട്ട് നൗ ഷീസ് വിത്ത് ഹർ ഹസ്ബൻഡിൻ്റെ അടുത്ത്. കൊൽക്കത്തയുടെ ലൈഫാണ്, കൽക്കട്ട എന്ന് തന്നെ എഴുതണം. കൽക്കട്ടയിൽ എന്ത് ചെയ്യുന്നു, അത്രത്തോളം ആർട്ടിഫിഷ്യലായിട്ടുള്ള ലവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന കൺഫെഷണലായിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് വരുന്ന പോമാണ്
ഏതാ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന്. അതിൽ കുറച്ച് വിഷമിക്കുന്ന എലമെൻസും ഉണ്ട്. ബൈ ഹിയറിങ് ദ ഡെത്ത് ഓഫ് ഹർ ഗ്രാൻഡ് മദർ ഹി വാസ് ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് മാറി. മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ എന്ന് പറയുന്നുണ്ട് അല്ലേ. എൻ്റെ ബ്ലഡ് മൂണിനെ പോലെ കോൾഡായിട്ട് മാറി. സിമിലിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് എന്ന പേഴ്സോണിഫിക്കേഷൻ വരുന്നുണ്ട്. ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസിന് ഐസ് കൊടുത്തേക്കുന്നു, പക്ഷേ ദീസ് ഐസ് ആർ ബ്ലൈൻഡ് എന്ന് അല്ലേ. ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് വിൻഡോസ് എന്നുള്ള മീനിങ്. ഓക്കെ. അതുപോലെ ഗ്രാൻഡ് മദറിൻ്റെ ഹൗസിൽ പോകുന്നത് തിങ്ക് ചെയ്യുന്നു, തിരിച്ചു വരുമ്പോൾ ഫുൾ ഓഫ് ഡാർക്ക്നെസ് കൊണ്ടുവരുന്നു എന്നൊക്കെ. ഒരു കൈ നിറയെ ഡാർക്ക്നെസ് മാത്രമാണ് തിരികെ കൊണ്ടുവരാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം തോന്നുന്ന കുറേ എലമെൻറ്റ്സ് വരുന്നൊരു പോം കൂടെയാണ്. ഓട്ടോബയോഗ്രഫിക്കൽ പോമാണ് ഏതാ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് എക്ക് ഇമ്പോർട്ടൻ്റ്, ടെലിഫോൺ കോൺവെർസേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ലാബൽ ചോദിക്കാം. ഓൾ ദ വേൾഡ്സ് നിങ്ങൾ പഠിച്ചിട്ട് പോകണം, അത് മസ്റ്റായിട്ടുള്ള എസ് അല്ലേ. അനോട്ടേഷനോ ഏതെങ്കിലും ചോദിക്കാം. ഇത്രയും വരുന്നുള്ളൂ ആ ടെക്സ്റ്റ് ബേസ് ചെയ്ത്. പിന്നെ നമ്മൾ ബി എക്ക് പറഞ്ഞതുപോലെ ബി കോമിനും അടുത്ത് വരുന്നത് കോംപ്രിഹെൻഷനാണ്. കോംപ്രിഹെൻഷൻ വരുമ്പോൾ അതിൽ ഒരു പാസേജ് ഉണ്ടാവും, ഒരു പാരഗ്രാഫ്, 2-3 പാരഗ്രാഫ്സ്. ഇതിലിപ്പോൾ നമുക്കൊരു 3-4 പാരഗ്രാഫ്സ് ഉണ്ട് അല്ലേ. ആ ഒരു പാസേജ് റീഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നോക്കി നമ്മൾ ആൻസർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഒരു 2-3 ടൈംസ് വായിച്ചിരിക്കാനുള്ള ടൈം നമുക്ക് കിട്ടുന്നില്ല. ജസ്റ്റ് ഒന്ന് പാസേജിലൂടെ ഗോ ത്രൂ ദാറ്റ് പാസേജ് ആൻഡ് റൈറ്റ് ഡൗൺ ദി ആൻസേഴ്സ്. ഓക്കെ. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5 ആൻസേഴ്സ് എഴുതുക. നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ മാക്സിമം ട്രൈ ചെയ്യുക. അതർവൈസ് പാസേജിലുള്ള ആൻസർ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്സ് കിട്ടും കേട്ടോ. നെക്സ്റ്റ് ഈസ് ഇൻഫോർമൽ ലെറ്റർ അല്ല, ഫോർമല ചോദിച്ചേക്കുന്നത്. റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ വോയിസിങ് യുവർ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി പഞ്ചായത്ത് മൂവ് ടു ഫെൽ ദ ട്രീസ് ഓൺ ദി റോഡ് സൈഡ്. ഓക്കെ. അപ്പോൾ ഫോർമൽ ലെറ്ററാണ് ചോദിച്ചേക്കുന്നത്. ഫോർമൽ ലെറ്ററിനൊരു ഫോമാറ്റ് ഉണ്ട്, ഇൻഫോർമൽ ലെറ്ററിനും അതുപോലെ അനദർ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോമാറ്റ് ഉണ്ട്. ഏത് ഫോമാറ്റ് ആയാലും നിങ്ങൾ ഇപ്പോഴും മോഡേൺ യൂസേജ് വരുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുക എന്നുള്ളതാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. മാർജിനോട് ചേർന്ന് വരുന്ന പോർഷനിലാണ് ആ സല്യൂട്ടേഷൻ ആയാലും ഫ്രമും ടൂവും ഒക്കെ എഴുതാനുള്ളത്. ലെറ്റർ റൈറ്റിങ്ങിൻ്റെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വീഡിയോസ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ഈസ് റൈറ്റ് എ റിപ്പോർട്ട് ഫോർ യുവർ കോളേജ് മാഗസീൻ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ഫോർമാറ്റ് മാത്രം എഴുതി വെച്ചാൽ നമുക്ക് മാർക്സ് ഒന്നും കിട്ടത്തില്ല. ഫോമാറ്റ് എഴുതണം, അതുപോലെ കറക്റ്റായിട്ടുള്ള ഫോമാറ്റ് ആയിരിക്കണം, കണ്ടൻറ്റും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഈസ് റൈറ്റ് എ റിപ്പോർട്ട് ഫോർ യുവർ കോളേജ്. റിപ്പോർട്ട് റൈറ്റിംഗാണ് കേട്ടോ. റിപ്പോർട്ട് റൈറ്റിംഗ് എഴുതുമ്പോൾ പാസ്റ്റ് ടെൻസ് എഴുതുക. മാഗസീൻ റിപ്പോർട്ടാണ് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ. പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. ഒരു നല്ലൊരു ഹെഡിങ്, ഒരു ക്യാച്ചിങ് അട്രാക്റ്റീവായിട്ടുള്ള ഹെഡിങ് അറ്റ് ഫസ്റ്റ് കൊടുക്കണം സെൻറ്ററായിട്ട്. എന്നിട്ട് പ്ലേസ്, കോമ, ഡേറ്റ്, കോളൻ എഴുതുന്ന ഡീറ്റെയിൽസ് ഏത് ടെൻസ് ആയിരിക്കണം, പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. നെക്സ്റ്റ് ഈസ് 6th ക്വസ്റ്റ്യൻ ഈസ്, ഇനി 6th എ പാർട്ടാണ് വരുന്നത്. റീറൈറ്റ് ആസ് ഡിറക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇഫ് ക്ലോസും അല്ലേ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ടു പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, ടാഗ് ക്വസ്റ്റ്യൻ. ഓക്കെ. പിന്നെ വരുന്നത് എന്താ, റിപ്പോർട്ടർ സ്പീച്ച്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ടെൻസ്, ഇതൊക്കെ വരുന്നത് ആ പ്രിപ്പോസിഷൻസ്, ആർട്ടിക്കിൾസ്, ഇങ്ങനെ വരുന്ന ഒരു 15 ക്വസ്റ്റ്യൻസ്, 15 മാർക്സ്. ഓക്കെ. നെക്സ്റ്റ് കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ബി പാർട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ആൻസർ എഴുതുമ്പോൾ എ പാർട്ട് എ എന്നിട്ടിട്ട് 15 ക്വസ്റ്റ്യൻസ്, അടുത്ത് ബി എന്നിട്ടിട്ട് വേണം അടുത്ത് 5 ക്വസ്റ്റ്യൻസ് വരുന്നത്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് വെയർ അൺഎബിൾ ടു അറ്റൻഡ് ദ വെഡിങ്. വൺ ഓഫിൻ്റെ യൂസേജ്, ഇതെല്ലാം കറക്റ്റ് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ ഇത് വൺ ഓഫിൻ്റെ യൂസേജാണ് വരുന്നത്. വൺ ഓഫ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും പ്ലൂറൽ നൗണും സിംഗുലർ വേർബുമാണ് യൂസ് ചെയ്യാനുള്ളത്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് വേറല്ല, പിന്നെന്താ, വാസ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് വാസ് അൺഎബിൾ ടു അറ്റൻഡ് ദി വെഡിങ്. ആൻഡ് നെക്സ്റ്റ് ഞാൻ കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് റൈറ്റ് എ പാരഗ്രാഫ് ഓഫ് 5 സെൻറ്റൻസസ് അബൌട്ട് എ ബുക്ക് യു ഹാവ് ജസ്റ്റ് റെഡ്. ഓക്കെ. ഭയങ്കര നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച ബുക്കിനെ കുറിച്ച് ഒരു 5 സെൻറ്റൻസസ് എഴുതുക. 5 സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ട് 1 to 5 എന്നല്ല, ഒരു പാരഗ്രാഫ് എഴുതണം. അത് 10 സെൻറ്റൻസസ് ആയാലും പ്രോബ്ലം ഇല്ല എന്നുള്ളതാണ്. കറക്റ്റായിട്ടുള്ള ഒരു 5, 6, 7, 8, 9, 10 സെൻറ്റൻസസ് എഴുതാം. നെക്സ്റ്റ് ഈസ് ഡയലോഗ് റൈറ്റിംഗ്. ഡയലോഗ് റൈറ്റിംഗ് ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. 5 മാർക്സിനാണ്. ടോട്ടൽ 5 എക്സ്റ്റൻഷൻസ് എഴുതിയാൽ മതി. ഓക്കെ. എഗെയിൻ ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതണം എബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പോർട്സ് ആൻഡ് ഗെയിംസ്. സ്പോർട്സ് ആൻഡ് ഗെയിംസിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതുക. പിന്നെ നമുക്ക് 10th ക്വസ്റ്റ്യൻ ഈസ്, 10th എ പാർട്ട് എന്ന് പറയുന്നത്
ഫോണീമിക് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. ഈ ഞാനിവിടെ മിസ്റ്റേക്കാണ് വരുന്നത് കേട്ടോ, ആ സ്റ്റുഡൻസ് ആരും എഴുതിയതാണ്, ആ മിസ്റ്റേക്കാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്ന് ബാൺ, ഓക്കെ, പിന്നെ പിയർ, പിന്നെ നഡ്ജ്, പിന്നെ വിഷ്, പിന്നെ ട്രെയിൻ, ഓക്കെ. ട്രാം എന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ എഴുതുക. പിന്നെ നെക്സ്റ്റ് ബി പാർട്ടിൽ വരുന്നത് മാർക്ക് ദ പ്രൈമറി സ്ട്രെസ് ഇൻ ദി ഫോളോയിങ് വേർഡ്സ്. അട്രാക്ട്, ഡെഡിക്കേഷൻ, എൻഹാൻസ്, ജുബിലിയൻറ്റ്, പർപ്പസ്ഫുൾ. അട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ മിസ്റ്റേക്ക് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഡെഡിക്കേഷൻ കറക്റ്റാണ്. അട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ട്രാക്ട് അല്ലേ, ട്രാക്ട്. അപ്പോൾ എന്ന് പറയുന്നത് വീക്കാണ്, വീക്ക് പ്രിഫിക്സ് ആണ്. സോ കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്, സ്ട്രെസ് വരുന്നത്. ഡെഡിക്കേഷൻ കറക്റ്റാണ് കേട്ടോ. ഡെഡിക്കേഷൻ. ഷൻ വന്നു കഴിഞ്ഞാൽ തൊട്ട് മുന്നിലുള്ള സിലബിളിൽ സ്ട്രെസ് വരണം. അപ്പോൾ ഷണ്ണിന് മുന്നിൽ ഏതാ, ഡെഡിക്കേഷൻ, കേഷൻ. അപ്പോൾ സിയുടെ മേലിൽ സ്ട്രെസ് വരുന്നു. ഓക്കെ. എൻഹാൻസ്, എൻ എന്ന് പറയുന്നത് വീക്ക് പ്രിഫിക്സ് ആണ്. സോ ഹെച്ചിൻ്റെ മേളിൽ സ്ട്രെസ്. ജുബിലിയൻ്റ്, ജെയുടെ മേളിൽ സ്ട്രെസ് വരുന്നു. ഓക്കെ. പർപ്പസ്ഫുൾ, അപ്പോൾ എവിടെയാണ് സ്ട്രെസ് വരുന്നത്, പർപ്പസ്ഫുൾ, ഫസ്റ്റ് പീഡ് അവിടെയാണ് സ്ട്രെസ്. കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് സ്ട്രെസ് മാർക്ക് ചെയ്യാനായിട്ട് എന്നോട് ഒത്തിരി സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ട്, കുറച്ച് വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്, സ്ട്രെസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ടൈമില്ല, ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ട്രെസ് മാർക്ക് ചെയ്യാനുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാം.